ഹായ് കൂട്ടുകാരെ, ഭഗവതി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാമ്പഴക്കറി. അപ്പോൾ മാങ്ങ ചക്കരക്കൂടാണ് കേട്ടോ. ഇവിടെ ചക്കരക്കൂടൻ മാങ്ങ എന്നാണ് പറയാറ്. മാങ്ങേനൊക്കെ തൊലി കളഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമുള്ള കൂട്ടുകളാണ് കേട്ടോ. തേങ്ങ, പച്ചമുളക്, നല്ല ജീരകം, പിന്നെ കുറച്ച് തൈരും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പൊട്ട് ശർക്കര, കടുക്, ഉലുവ, പിന്നെ വറ്റൽമുളക്. ഞാൻ ഇതിന് ആദ്യം ഈ മാങ്ങയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പൊട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, ഒരുപാട് മുളക് ചേർക്കുന്നില്ല ഞാൻ. പച്ചമുളകും ഒപ്പം ചേർക്കുക കാരണം കൊണ്ട് മുളക് പൊടി കുറച്ചിട്ടുള്ളൂ. പിന്നെ അതിനെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. എന്നിട്ട് ഞാൻ ഇതിനെ നന്നായി വേവിച്ച് വെക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വേവിക്കാം. മാങ്ങ നന്നായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു പൊട്ട് ശർക്കരയും ചേർക്കുന്നുണ്ട് കേട്ടോ. മധുരം നന്നായിട്ടുണ്ട്, എന്നാലും ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ അരച്ച് വെച്ചത് ചേർക്കുന്നുണ്ട്. തേങ്ങ, അതിൻ്റെ ഒപ്പം പച്ചമുളകും നല്ല ജീരകവും കൂട്ടി അരപ്പ് ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ തൈരാണ് ഒഴിക്കുന്നത്. തൈര് നന്നായി ഞാൻ ഇളക്കി കൊടുത്ത് ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു കേട്ടോ. ഇനി അരച്ച് വെച്ച അരപ്പാണ് ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നത്. ഒരുവിധം നന്നായി തിളച്ച് വന്നപ്പോൾ തേങ്ങ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തു. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ തേങ്ങയുടെ കൂടെയാണ് കേട്ടോ തൈര് ചേർക്കാറ്. പക്ഷെ ഞാൻ ആദ്യം തൈര് ഒഴിച്ചിട്ടാണ് ജീരകവും പച്ചമുളകും തേങ്ങയും കൂടിയുള്ള അരപ്പ് ഇതിലോട്ട് ഒഴിച്ചത്. പല സ്ഥലങ്ങളും പല രീതിയിലാണ് കേട്ടോ മാങ്ങക്കറി വെക്കുന്നത്. എൻ്റെ രീതിയിലുള്ള മാങ്ങക്കറിയാണ് ഞാനിവിടെ വെച്ചത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും എന്നൊക്കെ ചെയ്യണേ. ഇനി ഇതിലോട്ട് കടുക്, ഉലുവ പൊടിച്ചത് ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ പൊടിച്ചതല്ല കേട്ടോ, തെറ്റിപ്പോയതാണേ. ഉലുവയാണ് ചേർക്കുന്നത്. പിന്നെ 2-3 വറ്റൽമുളകും. കടുകും ഉലുവയും ചേർക്കുന്നുണ്ട്, ഒപ്പം വറ്റൽമുളകും. കടുക്, ഉലുവ, ഉണക്കമുളക്, കറിവേപ്പില ഇട്ട് സെറ്റാക്കി എൻ്റെ മോരുകറി. അപ്പോൾ എൻ്റെ മോരുകറി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക്, സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു സബും കൂടി ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.